നമസ്കാരം. മലയോര മേഖലയിലും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമെല്ലാം വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. കാട്ടനയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണങ്ങളിൽ നിരവധി ജീവനുകളാണ് ദിവസം തോറും പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകളാണ് പരിക്കേറ്റ് വീഴുന്നതും. എന്നിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിനെതിരെ മുഖം തിരിച്ചു കളയുന്നു. ഇവിടെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും നമ്മുടെ ഭരണകൂടങ്ങളോ ഉദ്യോഗസ്ഥരോ നൽകുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. പട്ടിക്കും പൂച്ചയ്ക്കും പോലും നൽകുന്ന വില മനുഷ്യജീവന് കൽപ്പിക്കാതെ വർഷം തോറും വനവിസ്തൃതി കൂട്ടാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ഭരണവർഗവും ഉദ്യോഗസ്ഥരും. കാർബൺ ഫണ്ട് എന്ന പേരിൽ ഒഴുകിയെത്തുന്ന ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഗുണഭോക്താക്കളാണ് നമ്മുടെ മന്ത്രിമാരും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചെടുക്കേണ്ടത് ഇത്തരത്തിൽ കാർബൺ ഫണ്ട് കൈപ്പറ്റുന്ന നമ്മുടെ ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും കർത്തവ്യമായാണ് ഇവർ കാണുന്നത്. നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും വിലക്കെടുക്കാൻ പോകുന്ന തുകയാണ് ഈ ഉദ്യോഗസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും പോക്കറ്റിലെത്തുന്നത്. ഇതിന് ഇവർ ചെയ്തു കൊടുക്കേണ്ടത് വനവിസ്തൃതി വർഷം തോറും വർദ്ധിപ്പിക്കുക എന്നതാണ്. കേരളത്തിലെ വനവിസ്തൃതി ഇപ്പോൾ 35%-ലധികമാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കോ മരണപ്പെടുന്നവർക്കോ കൃത്യമായ നഷ്ടപരിഹാരം പോലും നൽകാൻ ഇവർ തയ്യാറാകുന്നുമില്ല. ഇതിനെല്ലാം മാറ്റിവെച്ചിരിക്കുന്ന തുക വകമാറ്റുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വൻ അഴിമതികൾക്ക് കളമൊരുക്കി ഈ തുകകളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഭരിക്കുന്നവരും ഉദ്യോഗസ്ഥരും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വയനാട്ടിൽ വീടിന്റെ ഗേറ്റ് പൊളിച്ച് കാട്ടാന ഒരു മനുഷ്യജീവൻ ചവിട്ടിയരച്ചത്. ഇവിടെയെല്ലാം കടുത്ത നിസ്സംഗതയാണ് നമ്മെ ഭരിക്കുന്നവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വൻതോതിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വയനാടിനെ പോലും സ്തംഭിപ്പിച്ച പ്രതിഷേധങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. ഇതിനു പിന്നാലെയാണ് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് 15,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൻ പ്രതിഷേധ റാലി നടന്നത്. ഇനിയും മനുഷ്യജീവന് വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഞെട്ടിച്ചുകൊണ്ട് കോതമംഗലത്ത് വൻ പ്രതിഷേധം അരങ്ങേറിയത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളും നമുക്കൊന്ന് കാണാം. സഹോദരന്മാരെ, കോതമംഗലം രൂപത എന്നീ മനുഷ്യാവകാശ സംരക്ഷണ റാലി കാട് വന്യമൃഗത്തിനും നാട് മനുഷ്യർക്കും എന്ന ആപ്തവാക്യവുമായി ഈ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് സവിശേഷ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, കോതമംഗലം രൂപതയ്ക്കുള്ളിലെ 32ഓളം ഇടവകകൾ ഈ വന്യമൃഗ ഭീഷണിയിലാണ്. ഏതു നിമിഷവും അതിദാരുണമായി കൊല്ലപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന ആയിരക്കണക്കിന് കൃഷിക്കാരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് കോതമംഗലം രൂപതയുടെ അഭിവന്ദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെയും പൈസ് മലയക്കണ്ടവച്ചന്റെയും കീരമ്പാറയച്ചന്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് ഈ മനുഷ്യാവകാശ സംരക്ഷണ റാലി നടത്തുന്നത്. രണ്ടാമത്തെ പശ്ചാത്തലം നമുക്കറിയാം. ഒരാഴ്ചക്ക് മുൻപ് മാനന്തവാടിയിൽ നമ്മളെപ്പോലുള്ള 3 പച്ച മനുഷ്യരെ കാട്ടുമൃഗങ്ങൾ കൊന്നു തള്ളിയപ്പോൾ ആ പാവപ്പെട്ട കർഷകരുടെ കുടുംബത്തെ സഹായിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഭരണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും തയ്യാറായില്ല. ആ പാവപ്പെട്ട മനുഷ്യന്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ മുൻപോട്ട് സഭ വന്നപ്പോൾ, കർഷക പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ, വയനാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് ലോകയുദ്ധ പാതിരിമാരാണെന്ന് പറഞ്ഞ നപുംസകങ്ങളെ ഞങ്ങൾക്കറിയാം. വയനാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് പാതിരിമാരും നക്സലൈറ്റുകളും ചേർന്നാണെന്ന് പറഞ്ഞ ആളുകൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ പറയുന്നു, ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യാതന അനുഭവിക്കുന്ന കർഷകരുടെ പക്ഷം ചേർന്നുകൊണ്ട് ആ പാതിരിമാരോടും ആ കർഷകരോടും നിലവിളിക്കുന്ന ആളുകളുടെയും പക്ഷം ചേർന്നുകൊണ്ടാണ് 15,000-ഓളം കർഷകർ ഇന്നിവിടെ അണിനിരുന്നത് എന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടു പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടി സവിശേഷമായി കോതമംഗലം രൂപതയുടെ അതിർത്തിക്കുള്ളിൽ 32 വന്യമൃഗ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾക്ക് വേണ്ടി
അതിനെക്കാട്ടിലുപരി നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ന് എന്നെ അല്ലെങ്കിൽ നാളെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, തെരുവ് നായ്ക്കും കാട്ടുപോത്തിനും കാട്ടാനയ്ക്കും വേണ്ടി ശബ്ദിക്കുവാൻ നമ്മുടെ കേരളത്തിൽ ആളുകളുണ്ട്. മുൻപ് ഇവിടെ പ്രസംഗിച്ചവർ സൂചിപ്പിച്ചു, തെരുവ് പട്ടിക്ക് വേണ്ടി സംസാരിക്കുവാൻ സ്പെഷ്യൽ ബെഞ്ചുള്ള, കോടതിയുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. ഏതെങ്കിലും ഒരു ആന കർഷകന്റെ പ്രദേശത്ത് വന്ന് അതിന് പരിക്ക് പറ്റിയാൽ, അല്ലെ ഒരു കുരങ്ങിന്റെ വാലിൽ നിന്നൊരു രോമം പടിഞ്ഞാൽ, ഒരു മയിലിന്റെ മയിൽപ്പീലി താഴെ വീണാൽ ഹൃദയം പൊട്ടി മരിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക നായകരുമുള്ള നാടാണിത്. സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും ഒക്കെ കണ്ണീർ പൊഴിക്കുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷേ ഈ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട കർഷകർ കാട്ടാനയുടെ ചവിട്ടേറ്റ് കാട്ടാനയുടെ കുത്തുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി നമ്മൾ കാണുന്നില്ല. അവർ മരിച്ചു വീഴുമ്പോൾ ഒരു സാംസ്കാരിക നായകരെയും നമ്മൾ കാണുന്നില്ല. അറിയാതെ വന്നതാണെങ്കിലും ആ വാക്കാണ് വിളിക്കേണ്ടത്. മൃഗങ്ങളും പാമ്പും ചാകുമ്പോൾ മാത്രം കണ്ണീർ പൊഴിക്കുന്ന സാംസ്കാരിക നായകരെ നമ്മൾ കാണുന്നില്ല, സെലിബ്രിറ്റികളെ നമ്മൾ കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സമീപ കാലഘട്ടത്തിൽ നമുക്കറിയാം, വീട്ടുമുറ്റത്ത് ആന കയറി ചവിട്ടിക്കൊന്നാൽ ശബ്ദിക്കാൻ ആളില്ല. ടാർ റോഡിലൂടെ സ്വന്തം ഭാര്യയോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ 12ാമത്തെ ദിവസം മയില് കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞു വീണ് അതിദാരുണമായി മരിച്ച ആളുകൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. പ്രിയ സഹോദരങ്ങളെ, വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണം ആ റോഡില് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അടിമാലിക്കടുത്ത് പണിക്കൻകുടി എന്ന ഗ്രാമത്തിൽ, ഞാൻ പറയുന്നത് കേൾക്കണം, അടിമാലിക്കടുത്ത് പണിക്കൻകുടി എന്ന ഗ്രാമത്തിൽ വിവാഹം കഴിഞ്ഞ 11ാമത്തെ ദിവസം രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനെ കാട്ടുപോത്ത് വെട്ടിക്കൊന്നു. നിങ്ങളെ വാർത്ത പത്രങ്ങളുടെ മുൻപേജിൽ വായിച്ചിട്ടുണ്ടാകും. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു പത്ര റിപ്പോർട്ടറാണ് ഞാൻ. 38 കിലോമീറ്റർ അകലെ നിന്ന് കടന്നു വന്ന കാട്ടുപോത്ത് വിവാഹം കഴിഞ്ഞ് 11ാമത്തെ ദിവസം വെളുപ്പിനെ 5:45 പുറത്തിറങ്ങിയ യുവാവിനെ വെട്ടിക്കൊന്ന സംഭവം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അതിദാരുണമായ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു, ഒരു പാവപ്പെട്ട JCB ഡ്രൈവർ കൂട്ടിയിട്ടിരുന്ന കല്ല് JCB ഉപയോഗിച്ച് മാറ്റിയിട്ടപ്പോൾ അതിലൊരു കല്ല് ഒരു പാമ്പിന്റെ പുറത്തു വീണു. ആ പാമ്പ് ചത്തുപോയി. സഹിക്കാൻ പറ്റുമോ? ഫോറസ്റ്റ് ഏമാന്മാർ കേസെടുത്ത് അവരുടെ ധീരത തെളിയിച്ചു. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു, കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ പുറത്തേക്ക് കാട്ടുപോത്ത് എടുത്തു ചാടി, കാറ് തകർന്ന് തരിപ്പണമായി. ഈ കാക്കിക്കുള്ളിൽ ഇരിക്കുന്ന മനുഷ്യ മൃഗങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ്? പോത്തിനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. പോത്തിനെന്തെങ്കിലും സംഭവിച്ചാൽ കാണിച്ചു തരാമായിരുന്നു. മനുഷ്യനെ കുറിച്ച് വേദനയില്ലാത്ത, കാട്ടുമൃഗങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, തലതിരിഞ്ഞ ഒരു സംസ്കാരമുള്ള, ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം പ്രതികരണ പരിപാടികളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത്, നിസ്സഹായരായി നിലവിളിക്കുന്ന മനുഷ്യരുടെ രോദനം കേട്ടു മടുത്തപ്പോഴാണ് അഭിവന്ദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതികരണത്തിന് വേണ്ടി തയ്യാറായി ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് കരയാൻ പോലും പറ്റാതെ നിസ്സഹായരായി വിറങ്ങലിച്ചു നിൽക്കുന്ന ആളുകളുടെ നെടുവീർപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് അഭിവന്ദ്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഈ തെരുവിലേക്ക് ഈ ജനസഞ്ചയം ഒഴുകിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കട്ടെ, തിരുനാൾ പ്രദക്ഷിണം മാത്രം നടത്തി പരിശീലനം ലഭിച്ച ഒരു വിഭാഗമാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തിരുനാൾ പ്രദക്ഷിണങ്ങൾ മാത്രം നടത്തുന്ന
പള്ളിമുറ്റത്തും പള്ളിയുടെ പരിസരത്തും മാത്രം സംഘടിക്കുന്ന ഞങ്ങളെ ഈ തെരുവിലേക്ക് വലിച്ചിറക്കിയെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ ഈ നാടിനും ഈ നാട്ടിലെ ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ നാട്ടിലെ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വെളിവ് കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയുമായിട്ട് ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടിയേ തീരൂ. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 15,000-ഓളം ആളുകൾ ഇന്ന് KSRTC ജംഗ്ഷനിൽ നിന്ന് ഈ DFO ഓഫീസിന്റെ മുൻപിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ DFO ഓഫീസ് ഇവിടെ തൊട്ടടുത്താണ്. ഞങ്ങൾക്കറിയാം, ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് സുഖലോലുപരായി ഭക്ഷണം കഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് സുഖമായിട്ട് ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ. ഞങ്ങൾക്കറിയാം, പാന്റ് ഷർട്ട് വിട്ടും മുണ്ടിന്റെ മടക്കി കുത്തഴിച്ചിട്ടും വളരെ മാന്യമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ജനസഞ്ചയം ഇവിടെ എത്തിയിരിക്കുന്നത്. DFO ഓഫീസിന്റെ ഗേറ്റിന് പുറത്താണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മടക്കി കുത്തഴിച്ചിരിക്കുന്ന ഈ മുണ്ട് മടക്കി കുത്താൻ ഞങ്ങൾക്കറിയാം. ഈ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഞങ്ങളുടെ കാര്യത്തിന്റെ കരുത്തുള്ള കൈയൊന്നു വീശിയാൽ അവിടെ തീരുന്ന അസുഖമേ ഉള്ളൂ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇനി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ മുണ്ടുകൾ മടക്കി കുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ഇവിടെ വരുന്നത്. അതൊരു പക്ഷേ ഇവിടെ കൊണ്ട് നിൽക്കുകയില്ല എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങളാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ റാലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം വന സംരക്ഷണവും മനുഷ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം, വനാതിർത്തിയിൽ വനത്തിനുള്ളിൽ ട്രഞ്ചുകൾ കുഴിക്കണമെന്നുള്ളതാണ്. ഈ ട്രഞ്ച് കുഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും പറയും കൃഷിക്കാരന്റെ ഭൂമിയിൽ ട്രഞ്ച് കുഴിച്ചോളാൻ. ഞങ്ങൾ പറയുന്നു, ഇനി മുതൽ കൃഷിക്കാരന്റെ നെഞ്ചത്താരും ട്രഞ്ച് കുഴിക്കേണ്ട. ട്രഞ്ച് കുഴിക്കേണ്ടത് വനാതിർത്തിയിൽ വനത്തിനുള്ളിലാണ്. അത് ചെയ്യുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അത് ചെയ്യിക്കാനുള്ള ഇച്ഛാശക്തി നട്ടല് ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കും ഉണ്ടെന്ന് തെളിയിക്കുവാൻ ഇവിടെയുള്ള ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കഴിയണം. ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ കർഷകരുടെ പുറത്ത് ഉദ്യോഗസ്ഥർക്ക് കുതിര കയറാനല്ല, ഞങ്ങളെ സംരക്ഷിക്കാനാണ്, ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാണ്, ഞങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കാനാണ്. ആ പണം മേടിച്ച് സാലറി വാങ്ങിച്ച് വെറുതെ ഇരുന്ന് തിന്ന് അത് എല്ലിനിടെ കയറുമ്പോ കൃഷിക്കാരന്റെ മുതുകത്ത് കയറാൻ വേണ്ടി വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് മുന്നറിയിപ്പ് ഈ ജനക്കൂട്ടം നൽകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, വനാതിർത്തിയിൽ വനത്തിനുള്ളിൽ ട്രഞ്ച് സ്ഥാപിക്കണം. ഇത് പറയുമ്പോ ഒത്തിരി ആളുകൾ പറയും, ശാശ്വത പരിഹാരമുണ്ടല്ലോ, ഫെൻസിംഗ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫെൻസിംഗ്. നിങ്ങൾക്കറിയുമോ, ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് ഈ ഫെൻസിംഗിന്റെ പിറകിലുണ്ട്. ഈ നൂൽക്കമ്പിയൊന്നും വലിച്ചു കെട്ടിയാൽ ആനയൊന്നും അവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഫെൻസിംഗ് ഇട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാനുള്ള ശ്രമവുമായിട്ട് ഇനി ദയവ് ചെയ്ത് കർഷകരുടെ അടുത്തേക്ക് നിങ്ങൾ വരരുതെന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുക. അതുകൊണ്ട് വനാതിർത്തി വനത്തിനുള്ളിൽ കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് വന്യമൃഗം കൃഷിക്കാരുടെ സ്ഥലത്തേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം. അവർ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ കോളറെ പിടിച്ച്
അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. നിങ്ങൾ അത് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാൻ രണ്ടാണ് കാരണം. ഒന്ന്, അവയുടെ എണ്ണം പെരുകി. രണ്ട്, വന്യമൃഗത്തിനുള്ള ആവാസ വ്യവസ്ഥ അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരുകൾ തന്നെ, വനം വകുപ്പ് തന്നെ വനത്തിനുള്ളിൽ തേക്ക് കൃഷി ചെയ്തു, മാഞ്ചിയം കൃഷി ചെയ്തു, യൂക്കാലി കൃഷി ചെയ്തു. അതിന്റെ അനന്തരഫലം എന്താ? അടിക്കാടില്ല, മൃഗത്തിനങ്ങൾക്ക് തീറ്റയില്ല, വളരെ ഉയരത്തിൽ വളരുന്ന ഇലകൾ അതിന് ഭക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ കൃഷിക്കാരുടെ പച്ചപ്പ് തിന്നാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, വനത്തിനുള്ളിൽ ജലസ്രോതസ്സുകൾ, തടയണകൾ നിർമ്മിക്കണം. അങ്ങനെ തടയണകൾ ഉണ്ടെങ്കിൽ, ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങൾ വേനൽക്കാലത്ത് പുറത്തേക്ക് വരികയില്ല. ഫലവൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കണം, ഈറ്റ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വച്ചു പിടിപ്പിക്കണം. ഈ വന്യമൃഗങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ വനത്തിനുള്ളിൽ ഉണ്ടാക്കാനുള്ള ബാധ്യത വനം വകുപ്പിനുണ്ട്. സാമൂഹ്യ വനവൽക്കരണ പദ്ധതി എന്ന് പറയുന്നത് അവിടെ ഇവിടെയും 10-50 യൂക്കാലി നടാനുള്ള പദ്ധതിയല്ല എന്ന് വനം വകുപ്പ് തിരിച്ചറിയണം. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥ കാട്ടിനുള്ളിൽ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മൂന്നാമത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അന്യായമായി പെരുകിയിരിക്കുന്ന ഈ മൃഗങ്ങളുടെ എണ്ണത്തെ നിയന്ത്രിക്കണം. ഇവിടെ നമുക്കറിയാം, വനം വകുപ്പ് 2023 പുറത്തിറങ്ങിയിരുന്ന കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് 2386 ആനകളെ ഉള്ളൂ. ഈ സാറുമാർ കാട്ടിക്കയറി ആനയുടെ പിണ്ടം എണ്ണിയിട്ടെടുത്ത കണക്ക്. എനിക്ക് തോന്നുന്നു ഒരാനയിട്ട 10 പിണ്ടം എണ്ണിയിട്ട് അവരെങ്ങനെ അത് കണക്കൂട്ടിയെന്ന് നമുക്കറിയില്ല. ആനയുടെ പിണ്ടം എണ്ണിയിട്ടെടുത്ത കണക്കാന്നാ പറയുന്നത്. അപ്പൊ ഈ 2386 ആനകളെ കേരളത്തിലുള്ളൂ. ഞാൻ പറയുന്ന ഈ സാറന്മാർ വാ, പൂയംകുട്ടി കുട്ടമ്പുഴ ഭാഗത്തേക്ക് വാ, 500-ലധികം ആനകളെ അവിടെ തന്നെ കാണിച്ചു തരാം. ബാക്കിയുള്ള ആനകളെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. ഈ 2386 ആനയെ ഉള്ളല്ലോ കാട്ടില്. നിങ്ങൾ പിന്നീട് ഉത്തരം പറയേണ്ടി വരും ഈ എണ്ണത്തെ സംബന്ധിച്ച്. വളരെ വ്യക്തമായിട്ട് കാര്യം സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആനയുടെ അല്ലെ മൃഗങ്ങളുടെ, ആനയുടെ എണ്ണം അങ്ങനെ. ഇനി കുരങ്ങൻ കാട്ടുപന്നിയാണെങ്കിലോ, നമ്മളൊക്കെ റാലി നടത്താൻ പറയും, എണ്ണാമെങ്കിൽ എണ്ണിക്കോ. പിന്നെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ രീതിയിലാണ് കാട്ടുപന്നിയും കുരങ്ങും നമ്മുടെ കൃഷിയിടത്തിലൂടെ മാർച്ച് നടത്തുന്നത്, ലോങ് മാർച്ച് നടത്തുന്നത്. ഇതിന്റെ എണ്ണത്തെ നിയന്ത്രിക്കാൻ പറ്റണം. പ്രിയപ്പെട്ട വിനോദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, വിവരമുള്ള സായിപ്പുമാര് മൃഗങ്ങളെ നിയന്ത്രിക്കാൻ വേട്ടയാടാനുള്ള അവകാശം കൊടുക്കും. മാനിന്റെ ഇറച്ചി ദുബൈയിൽ കിട്ടും, കങ്കാരുവിന്റെ ഇറച്ചി ഓസ്ട്രേലിയയിൽ കിട്ടും. ഇതൊക്കെ അവിടുത്തെ ദേശീയ മൃഗങ്ങളെ ഭക്ഷണമാക്കാൻ മടിയില്ലാത്ത സംസ്കാരമാണ് അവിടെയുള്ളത്. നമ്മൾ അതിന് വലിയ വിവരമുള്ള സാറുമാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിനെ തൊടാൻ നമ്മൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് എണ്ണം നിയന്ത്രിക്കാനുള്ള ശാശ്വതമായ നടപടികൾ ഉണ്ടാകണം. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ആവർത്തിക്കാനുള്ളത്. കാട്ടുപന്നിയും പോത്തൊക്കെ കാട്ടിൽ നിന്നിറങ്ങി സ്ഥിരമായി നമ്മുടെ വീട്ടിൽ കൂടെ, പറമ്പിൽ കൂടെ, മുറ്റത്തു കൂടെ പോയാൽ പിന്നെ അതിനെ കാട്ടുമൃഗം എന്ന് വിളിക്കാൻ പറ്റും. കാട്ടുമൃഗത്തിനെ കൊന്നാലേ കേസുള്ളൂ, കാട്ടുമൃഗത്തിനെ പിടിച്ചാലേ കേസുള്ളൂ. 1-2 ആഴ്ചയായിട്ട് നമ്മുടെ പറമ്പിക്കൂടെ കയറി നടക്കുന്ന കാട്ടുപന്നിയെയും കാട്ടുപോത്തിനെയും കാട്ടുപോത്തെന്ന്, വന്യമൃഗമെന്ന് വിളിക്കണോ? വിളിക്കേണ്ട ആവശ്യം. അത് നാട്ടിലെ മൃഗമാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കുക, പൊറുതുമുട്ടിയ കർഷകരെ കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കാനും പ്രതികരിക്കാനും ഇടവരുത്തരുത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കാർഷിക മേഖലയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭീഷണികൾ ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് തന്നെയാണ്. സാന്ദർഭികമായി ഒരു കാര്യം കൂടെ പിതാവ് പറഞ്ഞാൽ സൂചിപ്പിക്കട്ടെ.
ഇവിടെ പറഞ്ഞ ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഒരു കാട്ടുപന്നിയോ വന്യമൃഗമോ ഒരു കെണിയിൽ പെട്ടു എന്ന് കരുതുക, അത് ചത്തു എന്ന് കരുതുക. ഒരിക്കലും ഈ ചത്ത കാട്ടുപന്നിയുടെ പെണ്ണും പിള്ളയോ പിള്ളാരോ പരാതി കൊടുത്തിട്ടല്ല ഉദ്യോഗസ്ഥർ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്നത്. ഓരോ കൃഷിക്കാരും ഓരോ നാട്ടുകാരും അത് ഓർത്തിരിക്കണം. ചത്തുപോയ കാട്ടുപന്നിയുടെയോ മ്ലാവിന്റെയോ കുരങ്ങിന്റെയോ ഭാര്യയോ മക്കളോ പരാതി കൊടുത്തിട്ടല്ല കേസുകൾ ഉണ്ടാകുന്നത്. ഈ തിരിച്ചറിവ് കർഷകർക്കും സാധാരണക്കാർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മലയോരങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ, ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അടിയന്തിരമായ നടപടികൾ സർക്കാർ, ഗവൺമെന്റ്, ഉദ്യോഗസ്ഥര്, രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നാലാമത്തെ കാര്യം, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന നഷ്ടത്തിനനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്ത് തരാനല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും സ്ത്രീധന പൈസയിൽ നിന്ന് കുറച്ച് പൈസ തരാനല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തരാനാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ കർഷകൻ അതിദാരുണമായി കൊല ചെയ്യപ്പെടുമ്പോൾ, പരിക്കേൽക്കുമ്പോൾ, ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടാകുമ്പോൾ നക്കാപ്പിച്ച പൈസ തന്ന് കൃഷിക്കാരെ വഞ്ചിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനി മുതൽ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കർഷകർക്ക് നഷ്ടത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം വനം വകുപ്പ് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അതിനു വേണ്ട നിയമ പോരാട്ടങ്ങളുമായിട്ട് ഇനി മുതൽ ഞങ്ങൾ മുൻപോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നഷ്ടത്തിനനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാൻ, ജീവഹാനി നേരിട്ടവരുടെ അനന്തരാവകാശികൾക്ക്, പരിക്കേറ്റവർക്ക്, നിങ്ങൾക്കറിയാം ഇന്ന് അഭിവന്ദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവിനോടൊപ്പം ഈ റാലി നയിച്ചത് ബെന്നിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളാ. നിങ്ങൾ കണ്ടു കാണും, ഒരു കയ്യിൽ നിന്ന് ഇപ്പോഴും പ്ലാസ്റ്ററുകൾ മാറ്റിയിട്ടില്ല ബെന്നിച്ചേട്ടൻ. കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഉറ്റവരുമാണ് ഇന്ന് അഭിവന്ദ്യ പിതാവിനോടൊപ്പം ഈ റാലി നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവരുടെ വേദന, അവരുടെ സങ്കടം, അവരുടെ രോദനം നിങ്ങൾ മനസ്സിലാക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പൊ പരിക്കേറ്റവർക്ക് ആശുപത്രി ചെലവ് മുഴുവൻ വനം വകുപ്പ് നൽകണം. ഇത് കർഷകരുടെ ആവശ്യമാണ്. കാന കുത്തിയാൽ, കാട്ടുപന്നി വെട്ടിയാൽ, പോത്തു വെട്ടിയാൽ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തല്ല ഇനി മുതൽ ഞങ്ങൾ ചികിത്സിക്കാൻ പോകുന്നത്. വനം വകുപ്പ് തരുന്ന പണം കൊണ്ട് ഇനി മുതൽ ഞങ്ങൾ ചികിത്സിക്കാൻ പോകും. അത് ഞങ്ങളുടെ അവകാശമാണ്. അത് ഞങ്ങൾ പിടിച്ചു വാങ്ങിയെടുത്തിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ധാർഷ്ട്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥരെയും നിലയ്ക്ക് നിർത്താൻ ചങ്കൂറ്റമുള്ള, നട്ടലുള്ള, തന്റെ ഇടമുള്ള ഭരണകർത്താക്കളെയും രാഷ്ട്രീയക്കാരെയും ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ പോയി മുട്ടുവളച്ച് നട്ടല് വിളച്ച് സാറേ സാറേ എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ദാസ്യപ്പണി ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഭരണകർത്താക്കളെയും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന, അവരുടെ പക്ഷം ചേരുന്ന, അവരോട് ദാക്ഷ്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥനെ കോളറിന് പിടിച്ചു നിർത്തി അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുക്കുന്ന നട്ടലുള്ള, തന്റേടമുള്ള ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താൻ ഇച്ഛാശക്തി ഭരണ നേതൃത്വം കാണിക്കണമെന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കാണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ജനാധിപത്യ സംവിധാനമുള്ള നാടാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഭരണം. ഇന്ന് ചെറിയൊരു മാറ്റമുണ്ട്.
ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ശരി, ജനങ്ങളുടെ പേരിലാണ് ശരി. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം, കന്നുകാലികൾക്ക് വേണ്ടിയുള്ള ഭരണം, തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയുള്ള ഭരണം. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു തെരുവ് നായയുടെ വിലയെങ്കിലും, ഒരു കാട്ടുപന്നിയുടെ വിലയെങ്കിലും ഇവിടുത്തെ കർഷകർക്ക് നൽകുവാൻ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ വനാതിർത്തിയിൽ നിന്ന് വന്ന ഒത്തിരി പേരുണ്ട്. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ, കോതമംഗലം ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വന്നുള്ളവരുണ്ട്. ഒറ്റക്കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്കറിയുമോ, 6 മാസങ്ങൾക്ക് മുൻപ് ഈ തങ്കളം ബൈപ്പാസിന് സമീപത്ത് ബെവറേജിന്റെ ഔട്ട്ലെറ്റിന് പിറകിൽ 2 വീടിന് പിറകിൽ മ്ലാവ് വന്ന കാര്യം നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? മ്ലാവ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. വെറും 3 മണിക്കൂർ നടന്നാൽ കാട്ടാന ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് കോതമംഗലം ടൗണിൽ കാട്ടാനയ്ക്ക് എത്താൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥിതി തുടർന്നാൽ 2-3 വർഷം കഴിയുമ്പോൾ രാവിലെ 5 മണിക്ക് പ്രഭാത സവാരിക്കിറങ്ങുന്ന നമ്മൾ ചെന്നുപെടുന്നത് കാട്ടാനയുടെ മുൻപിലായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ, ഇങ്ങനെ പോയാൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഈ കോതമംഗലത്ത് സംഭവിക്കാൻ പോകുന്ന ദുരന്തം അതായിരിക്കും. അപ്പോളേ നമ്മൾ ആ ഭീകരത തിരിച്ചറിയുകയുള്ളൂ. ജർമ്മൻ ചിന്തകനായി നൈമോളർ ഒരിക്കൽ പറഞ്ഞു, അവരാദ്യം യഹൂദരെ അന്വേഷിച്ചു വന്നു. നാസി പടയാളികളെ കുറിച്ചാണ്. അവരാദ്യം യഹൂദരെ അന്വേഷിച്ചു വന്നു. ഞാൻ അനങ്ങിയില്ല, കാരണം ഞാനൊരു യഹൂദനായിരുന്നില്ല. പിന്നെ അവർ തൊഴിൽ സംഘ പ്രവർത്തകരെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നെ അവർ കലാകാരന്മാരെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു കലാകാരനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വനാതിർത്തിയിൽ പെടാപ്പാടുപെടുന്ന, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, ഒന്ന് കരയാൻ പോലും പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന ആളുകളുടെ കണ്ണീർ തുടയ്ക്കാൻ, അവരുടെ വേദനയിൽ പങ്കുചേരാൻ പട്ടണ പ്രദേശങ്ങളിലുള്ളവർ തയ്യാറായില്ലെങ്കിൽ ഇതേ ഗതികേട് നമുക്കുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങൾക്കത് കൃത്യമായിട്ടറിയാം. ഈ നന്മയുടെ പക്ഷം പിടിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ, അധികാര ദുർവിനിയോഗത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. മഹാകവി ഉള്ളൂർ പാടിയതുപോലെ, നന്മയ്ക്ക് വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ ആ തോൽവി തന്നെ ജയമെന്ന് കാലം കടശിയിൽ സമ്മതിക്കും. അതെ, പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഏറ്റവും വലിയ ധീരതയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കോതമംഗലം രൂപത ഈ പ്രതികരണ പരിപാടി ഇന്ന് നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതികരണ പരിപാടിയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അതിനെ നേരിടുന്ന ഏതു വെല്ലുവിളികളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അഭിവന്ദ്യ പിതാവ് ഇനി സംസാരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ നിർണായകമായി ഈ സമ്മേളനത്തിൽ ഇതിൻ്റെ മുഴുവൻ ശക്തി സ്രോതസ്സായി നമ്മുടെ പ്രിയപ്പെട്ട അപ്പനായി നിലകൊണ്ടുകൊണ്ട് നമ്മുടെ സംസാരിക്കാൻ അഭിവന്ദ്യ പിതാവുണ്ട്. ഒരുപക്ഷെ നിർണായകമായ പല പ്രഖ്യാപനങ്ങളും പിതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനൊക്കെയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. എന്തായാലും എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ